അത് മരിക്കുന്നവരാണ്. പക്ഷേ രാഷ്ട്രീയമായ നിലപാട്, വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ ആ രാഷ്ട്രീയമായ വഞ്ചനാപരമായ നിലപാടിനെതിരെ പാർട്ടി ഒന്നാകെ, ആലപ്പുഴ ജില്ല പാർട്ടിയുടെ പ്രത്യേകത ഉണ്ട്. ഈ ജില്ലയിലെ പാർട്ടി ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട പാർട്ടിയാണ്. ആ പ്രയാസങ്ങളൊക്കെ പാർട്ടി ഒന്നിച്ചാണ് നേരിട്ടത്. ഞങ്ങൾ ഒന്നിച്ചാ കാര്യത്തെ നേരിടും. അത് അദ്ദേഹത്തുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല. അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ ചോദ്യം ചെയ്ത് ആ രാഷ്ട്രീയ നിലപാടിനെതിരെ ഞങ്ങൾ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ പ്രശ്നത്തിന്റെ പാർട്ടിയുടെ രീതിയിൽ അത്. നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സഖാവ് സജി ചെറിയാനെ താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. കേരളത്തിലെ തന്നെ തലമുതിർന്ന നേതാവായ CPM-ന്റെ ആദർശ ശുദ്ധിയുള്ള കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ എന്ന ആരെയെങ്കിലും ഒക്കെ എടുത്തു കാണിക്കാനുണ്ടെങ്കിൽ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന G. സുധാകരനെ രാഷ്ട്രീയ അധമൻ എന്ന് വിളിച്ച നിങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പാപ്പരായ രാഷ്ട്രീയക്കാരൻ തന്നെയാണ് എന്നെടുത്തു പറയുന്നതിൽ വളരെ സങ്കോചമുണ്ട്. പക്ഷെ പറയാതെ നിവൃത്തിയില്ല. പിണറായി വിജയന്റെ കൊഴുലൂത്തുകാരായ രാഷ്ട്രീയ വൃന്ദങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സജി ചെറിയാന് എന്ത് യോഗ്യതയാണുള്ളത് CPM-ന്റെ തലമുതിർന്ന നേതാവും സാംസ്കാരിക ശുദ്ധിയുള്ള അല്ലെങ്കിൽ ആദർശ ശുദ്ധിയുള്ള അഴിമതി രഹിതനായ ഒരു നേതാവിനെ ഇങ്ങനെ പാർട്ടിയെ ചതിച്ചവൻ എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുവാൻ എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത്? പാർട്ടിയിൽ നിന്ന് എല്ലാ ഗുണഗണങ്ങളും നേടി അവസാനം പാർട്ടിയെ തള്ളിപ്പറഞ്ഞു സുധാകരൻ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. പാർട്ടിയെ സുധാകരൻ എവിടെയാണ് തള്ളിപ്പറഞ്ഞിരിക്കുന്നത്? പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ പാർട്ടിയിൽ നിന്ന് സ്വമേധയ പുറത്തേക്ക് പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് അനഭിമതരായി തീരുന്നത്? ഇത് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണോ? കുഞ്ചിയത്ത്, അതായത് വടകരയിൽ പാർട്ടിയായ മാതൃസംഘടനയായ CPM-ൽ നിന്നും പിണങ്ങി പിരിഞ്ഞ് RMP എന്ന പാർട്ടി ഉണ്ടാക്കിയ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കാലപുരിക്കയച്ച പാർട്ടിയാണ് CPM എന്നാണ് കേരളത്തിന്റെ പൊതുബോധം ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. അഥവാ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത് അകത്ത് ശിക്ഷ അനുഭവിച്ച് ഇപ്പോഴും കിടക്കുന്നവർ CPM-ന്റെ പ്രവർത്തകരാണ്. ചില കൊട്ടേഷൻ ജോലിക്കാരുമുണ്ട്. അപ്പോൾ പാർട്ടിയുമായി ഏതെങ്കിലും ഘട്ടത്തിൽ ഇനി യോജിച്ചു പോകാൻ പാടില്ല, പറ്റില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്ന് അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അന്നേ വരെ അവർ പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് അവർ കുലംകുത്തികളായി മാറുന്നു. ഇതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്തിന് നിങ്ങൾ ഭരണഘടനയെ പോലും അംഗീകരിക്കാത്ത മനുഷ്യനായിരുന്നില്ലേ? മന്ത്രി ആയിരിക്കുമ്പോൾ പോലും ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ പോലും അധിക്ഷേപിച്ച വ്യക്തിയല്ലേ നിങ്ങൾ? അപ്പോൾ പിന്നെ G. സുധാകരനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക? പാർട്ടി G. സുധാകരനോട് ചെയ്ത കാര്യങ്ങൾ അത്രയും താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. താങ്കൾ ആലപ്പുഴക്കാരൻ തന്നെയാണല്ലോ. പാർട്ടി G. സുധാകരനോട് ചെയ്തത് എന്താണെന്ന് കൃത്യമായി താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ ആലപ്പുഴയിലെ MLA ആയ H. സലാമിന് ഭൂരിപക്ഷം കുറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ എളമരം കരീമിനെ വെച്ച് ഒരു അന്വേഷണ കമ്മീഷൻ ഏർപ്പാടാക്കുന്നു. ആ അന്വേഷണ കമ്മീഷനിൽ ഭൂരിപക്ഷം കുറഞ്ഞതിന് G. സുധാകരനാണ് കുറ്റക്കാരൻ എന്ന് കണ്ട് അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുമ്പോൾ താങ്കളുടെ ഇപ്പോൾ ഔദ്ധത്യം എവിടെയായിരുന്നു? ബൗദ്ധികമായ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന വികാര പ്രകടനങ്ങൾ അന്ന് എവിടെയായിരുന്നു? പാർട്ടി എന്തുകൊണ്ടാണ് G. സുധാകരനെ പോലെ തലമുതിർന്ന പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച 10-40 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത, സ്റ്റഡി ക്ലാസുകൾ എടുത്ത, സേവനമനുഷ്ഠിച്ച ഒരു മനുഷ്യനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തരം താഴ്ത്തുന്നത് എന്ന് ചോദിക്കുവാൻ നിങ്ങളുടെ വായിൽ നാക്കുണ്ടായിരുന്നോ? അത് നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ പിണറായി വിജയന്റെ അടിമ തന്നെയാണ്. ഇതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും സജി ചെറിയാനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ. പിണറായി വിജയൻ ആരെയാണ് CPM-ൽ വളരാനായി അനുവദിച്ചിരിക്കുന്നത്? CPM-ലെ തലമുതിർന്ന നേതാക്കളായ തോമസ് ഐസക്, G. സുധാകരൻ, ശ്രീമതി ടീച്ചർ, ജയരാജന്മാർ, KK ശൈലജ തുടങ്ങിയ തലമുതിർന്ന CPM-ന്റെ ഒരു പരമ്പരയെ ആകമാനം ചവിട്ടി വെട്ടിത്താഴ്ത്തി മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ തന്റെ ഭരണത്തിന് സുഗമമായ മാർഗം സൃഷ്ടിക്കുകയായിരുന്നില്ലേ ചെയ്തത്? ഇതിനെതിരെ എപ്പോഴെങ്കിലും ഒരു രണ്ടാം നിര നേതാക്കൾ ഉയർന്നു വരികയോ ഈ പിണറായി വിജയന്റെ ഇത്തരം പാർട്ടികളുടെ ചെയ്തികളോട് ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഉണ്ടായില്ല. കാരണം പിണറായി വിജയന് തിരുവായി എതിർവായി ഇല്ലാത്ത രീതിയിൽ ഭരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ മാത്രമായിരുന്നു നിങ്ങളുടെ നോട്ടം. നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഒരക്ഷരം സംസാരിക്കാതിരുന്നത്? പിണറായി വിജയൻ പാർട്ടിയിൽ പൂർണ്ണമായും ശരിയായതുകൊണ്ടായിരുന്നോ? പാർട്ടിയിലെ എക്കാലത്തേക്കും രക്തനക്ഷത്രമായിരുന്ന VS അച്യുതാനന്ദനെ പോലും വെട്ടി ഒതുക്കിയ പാരമ്പര്യമാണ് പിണറായി വിജയനുള്ളത് എന്നുള്ളത് കേരളത്തിലെ ഏത് കമ്മ്യൂണിസ്റ്റുകാരനും അറിയാം. മൂക്ക് കീഴോട്ടായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശ്രദ്ധിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ പിണറായി പറയുന്നതാണ് നിങ്ങൾക്ക് വേദവാക്യം. പിണറായി എന്നാൽ കേരളത്തിലെ CPM, പിണറായി എന്നാൽ പോളിറ്റ് ബ്യൂറോ, പിണറായി എന്നാൽ കേന്ദ്ര കമ്മിറ്റി, പിണറായി എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പിണറായി എന്നാൽ സംസ്ഥാന സമിതി, പിണറായി എന്നാൽ കേരളത്തിലെ ഭരണവും പാർട്ടിയും. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുവാൻ G. സുധാകരനെ പോലെ നട്ടലും തണ്ടലും
ആർജവമുള്ള ഒരാൾ ഇനിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജനിച്ചു വരേണ്ടിയിരിക്കുന്നു. എന്നിട്ടിപ്പോൾ ജി സുധാകരൻ പാർട്ടിയിൽ നിന്നും സ്വമേധയ എനിക്ക് ഇനി ഈ പാർട്ടിയുമായി പാർട്ടിയുടെ നയവൈകല്യങ്ങളുമായി മുന്നോട്ട് ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പാർട്ടിയെ ചതിച്ചു എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതർത്ഥത്തിലാണ് സുധാകരൻ പാർട്ടിയെ ചതിച്ചത്? സുധാകരനാണോ പാർട്ടിയെ ചതിച്ചത്? ജി സുധാകരന്റെ പാർട്ടിയാണോ തരം താഴ്ത്തി ചതിച്ചത്? 63 വർഷക്കാലം പാർട്ടിയെ സേവിച്ച ഒരു നേതാവിനോട് പാർട്ടി എന്താണ് ചെയ്തത്? 4 തവണ MLA ആക്കി, 2 തവണ മന്ത്രിയാക്കി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. MLA ആക്കുന്നതും മന്ത്രിയാക്കുന്നതുമാണോ പാർട്ടി ഒരാളോട് കാണിക്കുന്ന നീതി? അതോ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങളാണോ ഒരു നേതാവിന് വിലയിരുത്തുമ്പോൾ ഉണ്ടാകേണ്ടത്? തീർച്ചയായും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബൗദ്ധികമായി ചിന്തിക്കാൻ നിങ്ങൾക്കറിയില്ല, അഥവാ മനുഷ്യർക്ക് മനസ്സിലാകാത്ത വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരന്റെ വായിലും ബുദ്ധിക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങളാണ് നിങ്ങൾ സാധാരണ സൈബർ വിങ്ങുകൾ നിരത്താറുള്ളത്. ഇത് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിരത്തുന്നത്. എന്ത് തെറ്റാണ് സുധാകരൻ CPM എന്ന പാർട്ടിയോട് ചെയ്തത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. പാർട്ടിക്ക് വേണ്ടി 43 വർഷക്കാലം സ്റ്റഡി ക്ലാസുകൾ എടുത്തു, 63 വർഷക്കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചൊരു മനുഷ്യൻ ഇനിയും പാർട്ടിയുടെ നേതാക്കളുടെ ചില നയവൈകല്യങ്ങളുമായി ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് വന്നപ്പോഴാണ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത്. CPM എന്ന പ്രസ്ഥാനത്തെ ഇപ്പോഴും സുധാകരൻ തള്ളി പറഞ്ഞിട്ടില്ല, ഇനി മേലാലും തള്ളി പറയില്ല എന്ന് തന്നെയാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ പത്രസമ്മേളനത്തിലും പറഞ്ഞത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബിയും പറഞ്ഞു സുധാകരനെ കുറിച്ച് വ്യക്തിപരമായി തള്ളി പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന്. എന്നാൽ H സലാമും ആലപ്പുഴയിലെ നേതാവായ സജി ചെറിയാനും പറയുന്നു ജി സുധാകരൻ കുലംകുത്തിയാണ് എന്ന്. എങ്ങനെയാണ് അത് ശരിയാവുക? രക്തസാക്ഷി വരെയുള്ള കുടുംബമാണ് സുധാകരന്റേത്. പാർട്ടിയോട് സുധാകരൻ അത്രത്തോളം കൂറ് കാണിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുടെ പുത്തൻകൂറ്റ് നേതാക്കൾ സുധാകരനോട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ ആദർശവാനായ ഒരു നേതാവിനോട് കാണിക്കേണ്ടതായ ചില സാമാന്യ മര്യാദകൾ കാണിച്ചില്ല എന്നുള്ളത് സുധാകരൻ എടുത്തു പറഞ്ഞതാണ്. അത്തരം മര്യാദകേടുകളോട്, അതായത് പാർട്ടി സുധാകരനോട് കാണിച്ച അത്തരം മര്യാദകളോട്, പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ചില നേതാക്കന്മാർ സുധാകരനോട് കാണിച്ച മര്യാദകേടുകളോട് പ്രതികരിക്കാനുള്ള തണ്ടലും നാക്കുറപ്പും നട്ടലുറപ്പും നിങ്ങൾക്ക് ഇല്ലാതെ പോയി സജി ചെറിയാൻ. കാരണം ഭരണവർഗത്തോട് ഒട്ടിച്ചേർന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധികാര കേന്ദ്രങ്ങൾക്കും ചില വിലങ്ങുതടികൾ ഉണ്ടാകും, നിങ്ങൾ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കപ്പെടും, അല്ലെങ്കിൽ പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നട്ടൽ ഉയർത്തി നിന്നുകൊണ്ട് പാർട്ടിയുടേതല്ല പാർട്ടിയുടെ ചില നേതാക്കളുടെ നയവൈകല്യങ്ങൾക്കെതിരെ പൊരുതുന്ന ആളെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്. ജി സുധാകരൻ പാർട്ടിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പുറത്തുപോയി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിന്നാലും ജയിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ആലപ്പുഴയിലുള്ള ആബാലവൃദ്ധൻ ജനങ്ങളെയും ഇളക്കി സുധാകരൻ കുലംകുത്തിയാണ്, പാർട്ടിയെ വഞ്ചിച്ചു എന്നുള്ള തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ സത്യം തുറന്നു പറയാനുള്ള ആർജവമില്ല, നട്ടിലില്ല എന്നുള്ളത് തന്നെയാണ് ജനം ഇപ്പോഴും കരുതുന്നത്. ജി സുധാകരനെതിരെ സജി ചെറിയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യമാണ് അദ്ദേഹം. ഞങ്ങൾ എന്തിനാ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നത്? ഞാൻ ഇനി അത് ഒത്തിരി വിശദീകരിക്കുന്നില്ല, കാരണം വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് പറയട്ടെ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ പാർട്ടിയുടെ നിലപാട് പറയട്ടെ, സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ, ഇപ്പൊ ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണല്ലോ അഭിപ്രായം പറയുന്നത്. അമ്പലപ്പുഴയിലെ പാർട്ടിയുടെ ചാർജുകാരൻ അല്ലെങ്കിൽ MLA എന്നതിൽ അയാൾ അഭിപ്രായം പറഞ്ഞു, സലാം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 3 പേരെ ഇപ്പൊ പറയേണ്ടത് പറഞ്ഞു. ഇനിയും തുടർന്ന് ഞങ്ങളുടെ ക്യാമ്പയിനുകൾ, രാഷ്ട്രീയ ക്യാമ്പയിൻ വരുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ വരുമ്പോൾ ഞങ്ങളുടെ ആളുകളെല്ലാം പറയും, പാർട്ടി ആകെ പറഞ്ഞല്ലേ പറ്റൂ. കാരണം ഇതിന്റെ ഫാക്ട്സ് ജനങ്ങളെ ബോധ്യപ്പെടുന്നത്. തെറ്റിദ്ധാരണാജനകമായി ആരെങ്കിലും നിൽപ്പുണ്ടോ? അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്കൊക്കെ ബോധ്യപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഒരു സീറ്റാണ് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ജീവിതത്തിൽ ലഭ്യമാകാതെ പോയ ഒരു സീറ്റാണ്. ആ ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഈ പ്രശ്നമൊന്നുമില്ല എന്നാണല്ലോ ഈ പറഞ്ഞതിന്റെ എല്ലാം ധ്വനി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ എന്താണ് സംഭവിച്ചെന്നുള്ളതിന്റെ ഫാക്ട്സ് ജനങ്ങളോട് പാർട്ടി പറയുമ്പോൾ മറ്റുള്ള ആളുകളും പറയും. ഞങ്ങൾ വ്യക്തിപരമായ ഒരു അധിക്ഷേപവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ പറയത്തുമില്ല, പറയേണ്ട കാര്യമില്ല. പൊളിറ്റിക്കലായി അദ്ദേഹം എടുത്ത സമീപനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കും. ഒന്ന്, കോൺഗ്രസ് ഈ കാര്യത്തിൽ കളിക്കുന്ന കള്ളക്കളി, അതാണ് കള്ളക്കളി എന്ന് പറയുന്നത്. ആ കള്ളക്കളി നേരത്തെ ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ്. ആ അജണ്ട കള്ളക്കളി കോൺഗ്രസ് നേരത്തെ ഉള്ളൂ. ആ കോൺഗ്രസിനകത്തെ ഈ നിലപാട്, കോൺഗ്രസിനകത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നങ്ങളും നന്നായി ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും. പാർട്ടിയുടെ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ചും ദേശീയ സെക്രട്ടറി തന്നെ പറഞ്ഞതിന് ശേഷവും H സലാമിന്റെ ഭാഗത്തുനിന്നും സജി ചെറിയാന്റെ ഭാഗത്തുനിന്നും തന്നെ ചതീരം അടക്കം വിളിച്ച് വ്യക്തിപരമായി അധിക്ഷേപിച്ചു. അതിൽ വിഷമമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു അത് വ്യക്തിപരമല്ലല്ലോ. ചതിച്ചെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ചതിച്ചെന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഇപ്പം ഞാൻ നാളെ പാർട്ടി വിട്ട് ഒരു നിലപാട് സ്വീകരിച്ചാൽ ഞാൻ ചതിച്ചെന്നല്ല പറയാൻ പറ്റും. ഞാൻ പാർട്ടിയെ ചതിച്ചു, അതിനെന്താ? അത് ചതിയനെന്ന് പറയുന്നതും ചതിച്ചെന്നും രണ്ടാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരു പാർട്ടി നിൽക്കുന്നു, പാർട്ടിയുടെ ഗുണനന്മകളെല്ലാം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ മന്ത്രിയായി, MLA ആയി, ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്റെ പ്രസ്ഥാനത്തെ ഞാൻ ഒറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചതിച്ചു എന്നതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ കണ്ടാൽ മതി.
അങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ ഒരു അധപ്പതനം അവിടെ വരെ എത്തിയെന്ന് അതിന്റെ അർത്ഥം. നിരന്തരം ഒരു പാർട്ടി പരിപാടികൾ പോലും വിളിക്കാതെ മാറ്റി നിർത്തുമ്പോൾ പാർട്ടി വിട്ടുപോകുന്നത് ഒരു കുറ്റമാണോ? സജീവ പ്രവർത്തനങ്ങളിൽ ജി സുധാകരനെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയുടെ ഒരു നേതാവും വിളിക്കണ്ട. ഞങ്ങളുടെ ഈ മിനിഞ്ഞാന്ന് വരെ ഞങ്ങളുടെ എല്ലാം നേതാവായിരുന്നത്, മിനിഞ്ഞാന്ന് വരെ ഞങ്ങളെ എല്ലാം നയിച്ച നേതാവാണ്. ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ഏരിയ കമ്മിറ്റി ഓഫീസിലോ പാർട്ടി കമ്മിറ്റിയിലോ അല്ല പാർട്ടിയുടെ സംഘടനാപരമായ ദൌത്യങ്ങളോ ഏറ്റെടുക്കാൻ ഒരാടെയും പെർമിഷൻ ജി സുധാകരന് വേണ്ട. അതിനുള്ള അധികാരവും അതിനുള്ള ആർജവും അതിനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് വരെ. പറയട്ടെ, മിനിഞ്ഞാന്ന് വരെ പാർട്ടിയും അതെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന കൂടി അവസാനിച്ചു. അല്ല അദ്ദേഹത്തെ ആരും വിളിക്കാൻ കല്യാണാലോചനയൊന്നുമില്ല. പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്, സ്ഥാനമുണ്ട്. അദ്ദേഹം ഇടപെടുമ്പോൾ ആ പ്രശ്നം തീരുമായിരുന്നു. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയില്ലെന്നുള്ളതാണ് ഖേദകരമായ കാര്യം. മറ്റെല്ലാവരും വിളിക്കുമ്പോൾ ഇദ്ദേഹത്തെ മാത്രം വിളിക്കാതെ നിങ്ങളോട് ആര് പറഞ്ഞു വിളിച്ചില്ല? അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ കേൾക്കേണ്ട കാര്യം എന്താ? ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കുക. അടക്കം നേരത്തെ വ്യക്തമാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞല്ലോ ഇപ്പോൾ വിശ്വസിക്കേണ്ട. പാർട്ടി ഔദ്യോഗികമായിട്ട് പറഞ്ഞല്ലോ, പാർട്ടി സെക്രട്ടറി പറഞ്ഞല്ലോ. ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ ക്ഷണിക്കപ്പെടാതെ അവഗണിച്ചെന്ന് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞ് ഒരു കത്ത് അദ്ദേഹം പാർട്ടിക്ക് തന്ന് കാണിക്കട്ടെ. ഏതെങ്കിലും സന്ദർഭത്തിൽ ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എന്നെ അവഗണിച്ചു? ഞങ്ങളല്ലേ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ? അദ്ദേഹത്തെ ഞാനിപ്പോൾ അതേ ഹോസ്പിറ്റലിൽ ഞാൻ പോയി കണ്ടല്ലോ. എന്ത് സ്നേഹത്തോടെ അത് ഇടപെട്ടത്. ഒരു തർക്കമില്ല, ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. വ്യക്തിപരമായ സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല. ഈ സുധാകരനോടുള്ള വ്യക്തിപരമായ സ്നേഹം എന്നും നിൽക്കും, അത് മരിക്കുന്നവരാണ്. പക്ഷേ രാഷ്ട്രീയമായ നിലപാട്, വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചാൽ ആ രാഷ്ട്രീയമായ വഞ്ചനാപരമായ നിലപാടിനെതിരെ പാർട്ടി ഒന്നാകെ, ആലപ്പുഴ ജില്ല പാർട്ടിയുടെ പ്രത്യേകത ഉണ്ട്. ഈ ജില്ലയിലെ പാർട്ടി ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട പാർട്ടിയാണ്. ആ പ്രയാസങ്ങളൊക്കെ പാർട്ടി ഒന്നിച്ചാ നേരിട്ടത്. ഞങ്ങൾ ഒന്നിച്ചാ കാര്യത്തെ നേരിടും. അത് അദ്ദേഹത്തുള്ള വ്യക്തിപരമായ പ്രശ്നമല്ല. അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ ചോദ്യം ചെയ്ത് ആ രാഷ്ട്രീയ നിലപാടിനെതിരെ ഞങ്ങൾ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ പ്രശ്നത്തിന്റെ പാർട്ടിയുടെ രീതിയിൽ അത് കൈകാര്യം ചെയ്യും. മുൻകാലത്തും പാർട്ടി വിട്ടുപോയ നേതാക്കന്മാരുടെ സ്ഥിതി തന്നെയായിരിക്കുമോ ഈ സുധാകരൻ? അതൊക്കെ കാലവും ചരിത്രവും എങ്ങനെ തീരുമാനിക്കുമെന്ന് വരട്ടെ. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഞാനൊരു അസസ്മെന്റ് നടത്തുന്നില്ല. സംസ്ഥാന നേതൃത്വം ഇങ്ങോട്ട് ആലപ്പുഴയിലേക്ക് വരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം ഞങ്ങളുടെ പാർട്ടി സംസ്ഥാനത്ത് ഈ ജില്ലയുടെ മേളിലല്ലേ. ഞങ്ങളുടെ പാർട്ടി അഖിലേന്ത്യാ കമ്മിറ്റി പോലെ താഴെയുള്ള ഘടകങ്ങളെല്ലാം ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമല്ലോ, സ്വാഭാവികമല്ലേ. അവരിവിടെ വരിക എന്ന് പറഞ്ഞാൽ അവർ വരണ്ട, ഞങ്ങൾ ക്ഷണിക്കേണ്ടതല്ലേ, വരും. എല്ലാവരും വരും. ഇലക്ഷൻ ക്യാമ്പയിനല്ലേ, അത് ഇദ്ദേഹത്തെ നേരിടാനൊന്നുമല്ല വരുന്നത്. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് എല്ലാവരും വരും. അന്നേരം ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും പറയുന്നവർ പറയും. അത്രേ ഉള്ളൂ. എന്തോ അല്ലല്ല LDF വേഴ്സസ് UDF അല്ല, LDF വേഴ്സസ് സുധാകരനല്ല. ഐക്യ ജനാധിപത്യ മുന്നണി നയിക്കുന്ന കോൺഗ്രസിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യശക്തമായ രാഷ്ട്രീയ മത്സരം അമ്പലപ്പുഴ നടത്തി വിജയിക്കും. സുധാകരനെ അമ്പലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് കാണുന്നില്ല എന്നർത്ഥം മത്സരിക്കുന്നത്. അതൊക്കെ ആർക്ക് വേണ്ടി മത്സരിക്കരുത്. അതൊക്കെ മത്സരിക്കുക, ജനങ്ങൾ നിശ്ചയിക്കണം. അതൊന്നും ഒരു വിഷയം. അദ്ദേഹം ആത്മഹത്യാപരമായ തീരുമാനം എടുത്തിരിക്കുന്നു. ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ല. ആ എല്ലാ ബഹുമാനവും സ്നേഹവും വെച്ച് ഞാൻ പറയുകയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹം ചെയ്തതിനോട് ഞങ്ങൾക്കെല്ലാം പ്രയാസമുള്ളത്. ആ ഒരു പ്രയാസമാണ് ഞങ്ങളുടെ പല നേതാക്കന്മാരും പ്രകടിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സെന്റൻസ് പ്രയോഗിക്കാൻ കഴിയാത്തതും ആ സ്നേഹം നിലനിൽക്കുന്നുണ്ട്.